ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ രാവിലെ തന്നെ മക്കളെ മദ്രസയിലേക്ക് അയച്ചായിരുന്നു. നിക്ക കൊണ്ട് വിടേണ ചെയ്തത് വണ്ടി കുറച്ച് നേരത്തെ അങ്ങ് പോയി. അങ്ങനെ പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു റെഡിയാക്കിയിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി ഒരു കട്ടനൊക്കെ കുടിച്ച് ഇന്നൊരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു, കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 10 മണിക്കാണ് വന്ന് എടുക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ക്രം കോട്ട് ചെയ്ത് തലേന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്ത് രാവിലെ തന്നെ അതിൻ്റെ പണി തുടങ്ങി. ഈ ടയർ കേക്കൊക്കെ ആകുമ്പോൾ രാവിലെ തന്നെ തുടങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഈ രണ്ടാമത്തെ ടയർ കേക്ക് ഞാൻ നല്ല രീതിയിൽ ക്രീം വെച്ച് ഫിനിഷ് ചെയ്തിട്ട് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പിന്നെ മറ്റേ കേക്കിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കേക്ക് കിട്ടും. അപ്പോൾ ഇത് കേക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ അതൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ബ്ലൂ കളറിലാണ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്രീം എടുത്ത് ഒരു ഡ്രോപ്സ് ബ്ലൂ കളർ ചേർത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കളറ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കസ്റ്റമർ ഒരു ഫോട്ടോ അയച്ച് തന്നായിരുന്നു, അപ്പം ആ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് മുകളിലത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രീസറിലേക്ക് ഫിനിഷൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റാവുന്ന ടൈം കൊണ്ട് ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എൻ്റെ ഗാർഡനിൽ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഓരോ പൂക്കളമൊക്കെ വിരിഞ്ഞു എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും. ഇതെൻ്റെ പാഷൻ ഫ്രൂട്ട് ആണ്, ഒരുപാട് കാ പിടിച്ച് നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കോവലും പടർത്തിയിട്ടുണ്ട്. കോവലും ഇതെൻ്റെ പയർ കൃഷിയും കൂടിയാണ്. ഇതടുത്ത് നടാൻ വേണ്ടി ഞാൻ വിത്തിന് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ 2-3 ദിവസമായിരുന്നു മുറ്റം അടിച്ചിട്ട്. അങ്ങനെ ഞാൻ മുറ്റം അടിച്ചു. ആദ്യം നമുക്ക് തോന്നും അങ്ങനെ വലുതായിട്ട് ചവറൊന്നും ഇല്ലെന്ന്. അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ റോസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കും. കരിഞ്ഞൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അകത്തോട്ടൊക്കെ കയറുമ്പോൾ പുല്ലൊക്കെ വളർന്നെങ്കിൽ അതൊക്കെ പിച്ചി കളയും. എൻ്റെ ജാമ്പ പരുവായിട്ടുണ്ട്. കുറേ ജാമ്പയ്ക്ക് ഇത്തവണ പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ജാമ്പ പിടിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും ചവർ കിട്ടി. നമുക്ക് മുറ്റം ആദ്യം കാണുമ്പോൾ അധികം ചവറൊന്നും ഇല്ലാത്ത കണക്ക് തോന്നും. തൂത്ത് വരുമ്പം നല്ല രീതിയിൽ ചവറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല രീതിയിൽ എല്ലാ ചെടികൾക്കും ഞാൻ വെള്ളം നനച്ചിട്ട് പിന്നെ ഞാൻ കേക്കിൻ്റെ പരിപാടിയിലേക്ക് പോയി. ഇതായിരുന്നു ഇന്നത്തെ കേക്കിൻ്റെ വർക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് വൈകിട്ടൊന്ന് ഒരുങ്ങി എണീറ്റ് നമ്മൾ എയർപോർട്ടിലോട്ട് പോയി. അങ്ങനെ ഇന്ന് ദുബായിൽ നിന്ന് എൻ്റെ അനിയൻ 3 വർഷം കൂടി നാട്ടിലോട്ട് വരികയാണ്. അപ്പോൾ 7:55 അവൻ ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മളൊരു 6:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു, റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ എയർപോർട്ടിനകത്ത് എത്തി. അല്ലെങ്കിൽ നമ്മൾ വിളിക്കാൻ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും അല്ലേ, കൊണ്ടാക്കുമ്പോഴായിരിക്കും നമുക്ക് വിഷമം. അങ്ങനെ നല്ല മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവൻ കയറാൻ നേരത്ത് അവൻ്റെ ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഒരു വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇറങ്ങുമ്പോഴും വൈറ്റ് ഉടുപ്പ് നോക്കി ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഓരോരുത്തർ ഇറങ്ങണതും നോക്കി രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഒടുവിൽ അവൻ വന്നു. ഇതാണ് എൻ്റെ അനിയൻ. എങ്ങനെ നമ്മളെ സുലേഖ മനസ്സിലെ ലുക്കുമാൻ്റെ ഒരു കട്ടൊക്കെ ഇല്ലേ അവന്. ഞാൻ അങ്ങനെ അവനൊന്നും പറഞ്ഞ് എപ്പോഴും കളിയാക്കും, ലുക്കുമാനെ പോലെ ഇരിക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും പോയി അവനെ കെട്ടിപ്പിടിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് അവൻ്റെ പെട്ടിയിലോട്ടായിരുന്നു നോട്ടം. പിന്നെ എങ്ങനെയെങ്കിലും പെട്ടി പൊട്ടിച്ചാൽ മതി, ഓരോ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്